ഇനി നടക്കില്ല. ബി.ജെ.പിയുടെ കളികളൊന്നും തന്നെ സുപ്രീം കോടതിയോട് വില പോകില്ല. കാരണം ബി.ജെ.പിക്ക് വേണ്ടി പാട്ടുപാടുന്നവരല്ല സുപ്രീം കോടതിയിൽ ഇരിക്കുന്നത്. ബി.ജെ.പി നേതാവിനെതിരെയുള്ള കേസുകൾ റദ്ദാക്കില്ല എന്ന് തറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് സുപ്രീം കോടതി. ഉത്തരവിൽ ബി.ജെ.പിക്കാർ വാക്കുകളിൽ സൂക്ഷ്മത വേണമെന്നും അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. ദ്രാവിഡ പ്രസ്ഥാന നേതാവ് പെരിയാർക്കും DMK നേതാക്കൾക്കുമെതിരെ നടത്തിയ പരാമർശത്തിൽ ബി.ജെ.പി നേതാവ് H. രാജയ്ക്കെതിരെയുള്ള ക്രിമിനൽ കേസുകൾ റദ്ദാക്കാൻ സുപ്രീം കോടതി തയ്യാറല്ല എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് തിരിച്ചടികളുടെ കൂട്ടം കിട്ടിക്കൊണ്ടിരിക്കുന്ന ബി.ജെ.പിക്ക് ഇതാ ഒന്നുകൂടി. 2018 പെരിയാർ DMK നേതാക്കൾ, ഹിന്ദു റിലീജിയൻസ് ആൻഡ് ചാരിറ്റബിൾ എൻവോൺമെന്റ് വകുപ്പ് ഉദ്യോഗസ്ഥർ, അവരുടെ ഭാര്യമാർ എന്നിവർക്കെതിരെ പൊതുപ്രസംഗത്തിലൂടെയും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെയും അപകീർത്തിപരമായ പരാമർശങ്ങൾ നടത്തിയതിനായിരുന്നു രാജയ്ക്കെതിരെ കേസെടുത്തത്. ജസ്റ്റിസുമാരായ ഋഷികേഷ് റോയ്, പ്രശാന്ത് കുമാർ മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ചാണ് രാഷ്ട്രീയ പ്രസംഗങ്ങളുടെ ഗുണനിലവാരത്തിൽ അതൃപ്തി രേഖപ്പെടുത്തിയത്. മുതിർന്ന അഭിഭാഷകൻ ദാമ ശേഷാദ്രി നായിഡുവാണ് ഹർജിക്കാരന് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായത്. നിങ്ങളുടെ വാദങ്ങൾ മതിപ്പുളവാക്കുന്നതാണ്, എന്നാൽ ഹർജി തള്ളിക്കളയുകയാണ്. രാഷ്ട്രീയക്കാർ അവർ പറയുന്നതിന് സൂക്ഷ്മത പുലർത്തണം. രാജയുടെ ഹർജി പരിഗണിക്കാൻ വിസമ്മതിച്ചുകൊണ്ട് ബെഞ്ച് പറഞ്ഞു. ഇതിന് H. രാജയ്ക്കെതിരെ തമിഴ്നാട്ടിലുടനീളം രജിസ്റ്റർ ചെയ്ത FIRകൾ റദ്ദാക്കാൻ വിസമ്മതിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ മദ്രാസ് ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവിനെ ചോദ്യം ചെയ്തായിരുന്നു ഹർജിക്കാരൻ സുപ്രീം കോടതിയെ സമീപിച്ചത്. ഇതിനു മുൻപ് ഹൈക്കോടതിയിൽ ജസ്റ്റിസ് N. ആനന്ദ് വെങ്കടേഷ് രാജയുടെ വാദം അംഗീകരിച്ചിരുന്നില്ല. ഹർജിക്കാരൻ ഒരു പൊതുപ്രവർത്തകനാണെങ്കിലും ഈ അനുഭവത്തിലൂടെയെങ്കിലും ഭാഷാ പ്രയോഗങ്ങൾ ശ്രദ്ധിക്കണമെന്നും ഹൈക്കോടതി അന്ന് രാജയെ ഓർമ്മിപ്പിച്ചിരുന്നു. താമര എന്ന കളിപ്പാട്ടത്തെ കാണിച്ച രാജ്യം മുഴുവനും താമര വിരിയിക്കാൻ പദ്ധതിയിടുന്ന മോദി ഗ്യാങ്ങിന് സുപ്രീം കോടതി ഇടയ്ക്കിടയ്ക്ക് നല്ല തിരിച്ചടികൾ കൊടുക്കുന്നുണ്ട്. സുപ്രീം കോടതിയുടെ വഴക്കുകൾ കേൾക്കാൻ ബി.ജെ.പിയുടെ ജീവിതം ഇനിയും ബാക്കി.